ونستعينه ونستهديه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهد الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله وكفى بالله شهيدا اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أعوذ بالله السميع العليم من الشيطان الرجيم بسم الله الرحمن الرحيم وما أبرئ نفسي إن النفس لأمارة بالسوء إلا ما رحم ربي إن ربي غفور رحيم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. പ്രിയമുള്ള സഹോദര സഹോദരിമാരെ, സത്യവിശ്വാസികളെ, ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും വ്യക്തിപരമായ, സാമൂഹികപരമായ, കുടുംബപരമായ, ജോലി സംബന്ധമായ, ഇങ്ങനെ നമ്മൾ എവിടെയൊക്കെ ഇടപെടുന്നോ ആ രംഗങ്ങളിലെല്ലാം നമുക്ക് കഴിയാവുന്ന പരമാവധി ശ്രദ്ധ, സൂക്ഷ്മത പുലർത്തണമേ എന്ന് ആമുഖമായിട്ട് ഇവിടെ കൂടിയിട്ടുള്ള മുഴുവൻ ആളുകളെയും സ്നേഹപൂർവ്വം ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. അള്ളാഹുവിന് ഇഷ്ടമുള്ള, അവൻ്റെ പൊരുത്തം നേടുന്ന
അള്ളാഹുവിൻ്റെ തൃപ്തി ലഭിക്കുന്ന നല്ല മനുഷ്യരായി സത്യവിശ്വാസികളായി ജീവിക്കുവാനും മരണപ്പെടുവാനും പരലോകത്ത് അള്ളാഹുവിൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ നമ്മളൊക്കെ എത്തിപ്പെടുവാനുമുള്ള മഹത്തായ അനുഗ്രഹം പടച്ച തമ്പുരാൻ നമ്മിൽ ചൊരിയുമാറാവട്ടെ. സൂറത്തു യൂസുഫിലെ മധ്യഭാഗത്തുള്ള ഒരു ആയത്താണ് ആമുഖമായിട്ട് ഓതി വെച്ചത്. സൂറത്തു യൂസുഫിൽ വളരെ വിശാലമായി വിശദമായിട്ട് യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിയുടെ ചരിത്രം പരിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിക്കുകയാണ്. ചെറുപ്പത്തിലെ ഒരുപാട് കഷ്ടതകൾ, യാതനകൾ അദ്ദേഹത്തിന് അനുഭവിക്കേണ്ടി വന്നു. പിതാവിൻ്റെ അങ്ങേ അറ്റത്തെ ശ്രദ്ധയും സ്നേഹവും കാരണമായി സ്വന്തം ജ്യേഷ്ഠന്മാർ അദ്ദേഹത്തെ പൊട്ടക്കിണറ്റിലേക്ക് എറിഞ്ഞു. പിന്നീട് അദ്ദേഹം ഭാഗ്യവശാൽ അല്ലാഹുവിൻ്റെ കരുതലോടെ ഒരു കൊട്ടാരത്തിൽ എത്തിപ്പെടുകയാണ്. അവിടെ അദ്ദേഹം സുഖമായിട്ട് വളരുകയാണ്. ആ സമയത്ത് അദ്ദേഹം യുവാവാകുന്നു. കുറച്ച് വർഷങ്ങൾക്ക് ശേഷം അദ്ദേഹം യുവാവായ സന്ദർഭത്തിൽ ആ കൊട്ടാരത്തിലെ രാജാവിൻ്റെ ഭാര്യ രാജ്ഞി അദ്ദേഹവുമായി അവിഹിത ബന്ധത്തിൽ ഏർപ്പെടാനുള്ള ശ്രമം നടത്തുന്നു. യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാമയുടെ അപാരമായ സൂക്ഷ്മതയും മനഃശക്തിയും കൊണ്ട് ആ സ്ത്രീ അതിൽ നിന്ന് പരാജയപ്പെടുന്നു. അവസാനം കുറ്റം യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാമയിൽ തന്നെ ചെന്ന് ചേർന്ന് അദ്ദേഹം ജയിലിൽ പ്രവേശിക്കുന്നു. കുറേ വർഷങ്ങൾ അദ്ദേഹം അവിടെ ജയിൽവാസം അനുഷ്ഠിച്ചു. അവസാനം കുറ്റം ഇല്ല, നിരപരാധിയാണ് എന്ന് തെളിയിക്കപ്പെടുന്ന ഒരു രംഗം. ഒരു സ്വപ്ന വ്യാഖ്യാനവുമായി ബന്ധപ്പെട്ട് യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാം ജയിലിൽ നിന്ന് പുറത്തേക്ക്, ജയിൽ മോചിതനായി പുറത്തേക്ക് വരാനുള്ള ഒരു സന്ദർഭത്തിൽ കൊട്ടാരത്തിൽ നിന്ന് കുറച്ച് പേര് അദ്ദേഹത്തെ കൂട്ടിക്കൊണ്ടുപോകാൻ വരികയാണ്. അപ്പൊ അദ്ദേഹം ചോദിച്ചു, പണ്ട് വർഷങ്ങൾക്ക് മുമ്പ് നിങ്ങളൊക്കെ എന്നെ ജയിലിലേക്ക് ആക്കിയത് ഒരു കുറ്റം ആരോപിച്ചിട്ടാണ്. അത് രാജാവിൻ്റെ ഭാര്യ രാജ്ഞി അവളുമായി അവിഹിത ബന്ധത്തിൽ ഏർപ്പെടാൻ ശ്രമിച്ചു എന്ന കുറ്റമാണ് എൻ്റെ പേരിലുള്ളത്. ഞാൻ നിരപരാധിയാണല്ലോ. അവരുടെ അവസ്ഥ എന്താണ്, അവരുടെ ഇപ്പോഴത്തെ വാദഗതി എന്താണ് എന്ന് ചോദിക്കാൻ യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാം തിരിച്ച് ആ വന്നവരെ കൊട്ടാരത്തിലേക്ക് അയച്ചു. ഈ സന്ദർഭത്തിൽ ആ രാജ്ഞി പറഞ്ഞ വാക്കുകളാണ് പരിശുദ്ധ ഖുർആനിലെ സൂറത്തു യൂസുഫിൽ അല്ലാഹു നമ്മെ ഉണർത്തുന്നത്. വമാ ഉബർരിഉ നഫ്സി, വമാ ഉബർരിഉ നഫ്സി, ഞാൻ എൻ്റെ നഫ്സിനെ, ഞാൻ എൻ്റെ മനസ്സിനെ കുറ്റപ്പെടുത്തുന്നില്ല. രാജ്ഞി പറഞ്ഞ വാക്കുകളാണ്. കാരണം ഇന്നൻ നഫ്സ ലഅമ്മാറത്തും ബിസ്സൂ, മനസ്സ്, മനുഷ്യന്റെ മനസ്സ് എന്ന് വെച്ചാൽ അത് പലപ്പോഴും തിന്മയിലേക്ക് ചായാം. യൂസുഫ് നബി തെറ്റ് ചെയ്തിട്ടില്ല. അന്ന് ഞാനാണ് ആ മോശമായ പ്രവർത്തിക്കു വേണ്ടി ശ്രമിച്ചത് എന്നാണ്. അതാണ് ആമുഖമായി ഈ ഒരു ആയത്താണ് ഓതി വെച്ചത്. ഇതുമായി ബന്ധപ്പെട്ട് നമ്മുടെ മനസ്സിൻ്റെ അവസ്ഥകൾ, നമ്മുടെ മാനസിക അവസ്ഥകൾ പലപ്പോഴും അത് നമുക്ക് തന്നെ
ദോഷമായി ഉപദ്രവമായി വരാറുണ്ട് എന്ന് സൂചിപ്പിക്കാനാണ് ആമുഖമായി ഈ ഒരു ആയത്ത് ഒളിവെച്ചത്. ഇവിടെ രാജ്ഞി പറയുകയാണ്, ഞാൻ എൻ്റെ നഫ്സിനെ, ഞാൻ എൻ്റെ മനസ്സിനെ കുറ്റപ്പെടുത്തുന്നില്ല. എനിക്കന്ന് അങ്ങനെ തോന്നി, അപ്പൊ ഞാൻ അതിനു വേണ്ടി ശ്രമിച്ചു. പക്ഷെ അദ്ദേഹം കുറ്റാരോപിതനായിട്ട് ജയിലിലേക്ക് പ്രവേശിച്ചു. ഇതുപോലെ സഹോദരങ്ങളെ, നമ്മുടെ മനസ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ അതിനെ ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ പലതരത്തിലുള്ള ദോഷവശങ്ങളും നമ്മുടെ മനസ്സ് നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരും. നമ്മുടെ ബോധ മനസ്സിലൂടെ, കണ്ണിലൂടെ, ചെവിയിലൂടെ, അതുപോലെ തന്നെ അനുഭവത്തിലൂടെയൊക്കെ നമ്മുടെ ഉപബോധ മനസ്സിലേക്ക് നമ്മൾ കൊണ്ടുപോകുന്ന പല സംഗതികളും അത് നമ്മൾക്ക് സുഖകരമല്ലാത്ത അനുഭവങ്ങളോ കാഴ്ചകളോ കേൾവികളോ ആണെങ്കിൽ നമ്മുടെ ജീവിതത്തെ താറുമാറാക്കാം. അത് മതി, അത് ധാരാളം മതി. ഇങ്ങനെ ലോകത്ത് ഇഷ്ടം പോലെ ആളുകൾ പ്രയാസപ്പെട്ട് കഴിയുന്നുണ്ട്. ഒരു ഉദാഹരണം പറയാം. സാജിദ എന്ന ഒരു സ്ത്രീ, 42 വയസ്സാണ്. 10-20 വർഷമായിട്ട് ഭയങ്കര ഡിപ്രഷന് മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഭയങ്കര പേടി, രാത്രി ഡോറടച്ച് കിടക്കാൻ കഴിയില്ല. 2-3 നിഴലുകൾ ഈ സാജിദയെ പിന്തുടരുന്നതായിട്ട് സാജിദത്തിന് ഓരോ ദിവസം രാത്രി തോന്നുകയാണ്. അപ്പൊ ഇതിന്റെ പിറകിലേക്ക് ഇങ്ങനെ പോകുമ്പോ കാണാൻ പറ്റുന്ന ഒരു ചിത്രം, ആ പെൺകുട്ടി 8ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ അവരുടെ സ്വന്തം അപ്പുറത്തുള്ള അയൽവാസി, അദ്ദേഹം ഒരു ഹൈന്ദവ സുഹൃത്താണ്, അദ്ദേഹം ആത്മഹത്യ ചെയ്തു. രാത്രി സമയത്താണ്. ഈ സാജിദ എന്ന 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന പെൺകുട്ടി ആ ആത്മഹത്യ ചെയ്ത് തൂങ്ങിക്കിടക്കുന്ന രംഗങ്ങനെ കുറേ നേരം നോക്കി നിന്നു. ആ രംഗം നോക്കി നിൽക്കുമ്പോൾ ഈ കുട്ടിൻ്റെ കൂടെ ആരുമില്ല. ആ രംഗം ഇങ്ങനെ ശരിക്കും ഇങ്ങനെ കണ്ടപ്പോൾ അത് ബോധ മനസ്സിലൂടെ ഉപബോധ മനസ്സിലേക്ക് അങ്ങനെ പോയി. 10-20 കൊല്ലമായിട്ട് ഇങ്ങനെ പല ഡോക്ടർമാരെയും അന്വേഷിച്ച് നടക്കുകയാണ്. എനിക്ക് എന്തെങ്കിലും ഒരു സൊല്യൂഷനുണ്ടോ, എന്തെങ്കിലും ഒരു പരിഹാരമുണ്ടോ, സ്വസ്ഥമായിട്ടൊന്ന് കടന്നുറങ്ങാൻ എന്താണ് മാർഗം? സഹോദരങ്ങൾ, നമ്മൾ ശ്രദ്ധിക്കണം. നമ്മുടെ കണ്ണിലൂടെ, നമ്മുടെ ചെവിയിലൂടെ, നമ്മുടെ അനുഭവത്തിലൂടെ, നമ്മുടെ ഉപബോധ മനസ്സിലേക്ക് നമ്മൾ കൊണ്ടെത്തിക്കുന്ന സംഗതികൾ ഈ രൂപത്തിലുള്ളതാണെങ്കിൽ ഉറപ്പായിട്ടും ഒരു സംശയം വേണ്ട, അത് നമ്മുടെ തുടർന്നുള്ള ജീവിതത്തെ ബാധിക്കും. അത് നമ്മുടെ ബിസിനസ്സിനെ ബാധിക്കും, നമ്മുടെ കുടുംബത്തെ ബാധിക്കും, നമ്മുടെ ആരാധനാ കർമ്മങ്ങളെ വരെ ബാധിക്കും. ഹാരിസ് എന്ന ഒരു ചെറുപ്പക്കാരൻ ഇന്ന് രാവിലെ വിളിച്ചു. അദ്ദേഹം പറയുന്ന സമയം ഒരുപാട് പ്രാർത്ഥിച്ചു. എന്താ അദ്ദേഹം പ്രാർത്ഥിക്കുന്നത്? വെള്ളിയാഴ്ച ദിവസമെങ്കിലും പള്ളിയിൽ പോയിട്ട് ഒന്ന് ജുമഅത്ത് പങ്കെടുക്കണം. ഇതിനു വേണ്ടിയിട്ടാണ് അദ്ദേഹം പ്രാർത്ഥിക്കുന്നത്. കാരണം പറ്റുന്നില്ല, ആളുകൾ കൂടുന്ന സ്ഥലത്ത് അദ്ദേഹത്തിന് ഇരിക്കാൻ കഴിയില്ല. ഭയങ്കര അസ്വസ്ഥത. പള്ളിയിലേക്ക് ഇങ്ങനെ വന്നാൽ ഒന്ന് ജസ്റ്റ് ഇങ്ങനെ വന്ന് അതിന് പോവുകയാണ്. ഇങ്ങനെ ഒരുപാട് ആളുകൾ ഈ രൂപത്തിൽ പ്രയാസം അനുഭവിക്കുന്നു. ഇതിനുള്ള കാരണം നമ്മുടെ കാഴ്ചകളിലൂടെ, നമ്മുടെ ഫീലിങ്സിലൂടെ, അനുഭവത്തിലൂടെ, നമ്മുടെ കേൾവിയിലൂടെ ഒക്കെ, അല്ലെങ്കിൽ നമ്മുടെ വായനയിലൂടെ ഒക്കെ നമ്മൾ കാണുന്ന കേൾക്കുന്ന വാർത്തകളോ ചിത്രങ്ങളോ ഒക്കെ അങ്ങനെ അങ്ങോട്ട് നമ്മുടെ ഉപബോധ മനസ്സ് പൂർത്തിയാണ്. പല ആളുകൾക്കൊക്കെ ഈ പ്രശ്നം ഉണ്ടാവാം.
ഇങ്ങനെ സംഭവിച്ചാൽ ഈ പറഞ്ഞ ഹാരിസിന്റെ അനുഭവത്തെ നമ്മൾ ഉണ്ടാവാം. അതായത് സ്വസ്ഥമായിട്ടൊന്ന് നിസ്കരിക്കാൻ വയ്യ, സ്വസ്ഥമായിട്ടൊന്ന് പള്ളിയിൽ വരാൻ പറ്റുന്നില്ല, സ്വസ്ഥമായിട്ടൊന്നും ഖുർആൻ ഓതാൻ പറ്റുന്നില്ല, സ്വസ്ഥമായ അവസ്ഥയിൽ സ്വന്തം കുടുംബത്തോടൊപ്പം ഒന്ന് കഴിയാൻ പറ്റുന്നില്ല. ഇന്നൻ നഫ്സ ലഅമ്മാറത്തുൻ ബിസ്സൂ. നമ്മുടെ മനസ്സ് പലതും തോന്നുകയാണ്. ആത്മഹത്യ ചെയ്യാൻ തോന്നുകയാണ്, ഓടിപ്പോകണം തോന്നുകയാണ്, വീട്ടിൽ നിൽക്കണ്ടെന്ന് തോന്നുകയാണ്. ഇങ്ങനെ പല പല തോന്നലും ഇത് ഈ ഉള്ളിൽ നിന്നാണ് വരുന്നത്. പരിശുദ്ധ ഖുർആനിലെ ചില വചനങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് സൂചിപ്പിക്കാം. വനഫ്സിൻ വമാ സവ്വാഹാ ഫഅൽഹമഹാ ഫുജൂറഹാ വതഖ്വാഹാ ഖദ് അഫ്ലഹ മൻ സക്കാഹാ വഖദ് ഖാബ മൻ ദസ്സാഹാ. കുറേ പ്രാവശ്യം കേട്ടതല്ലേ? എന്താണ് പറയുന്നത്? വനഫ്സിൻ വമാ സവ്വാഹാ. മനസ്സിന് തന്നെയാണ് സത്യം, നമ്മുടെ മനസ്സിന് തന്നെയാണ് സത്യം. വമാ സവ്വാഹാ, ആ മനസ്സിലെ തോന്നലുകളും തന്നെ. ഫഅൽഹമഹാ, നമ്മുടെ മനസ്സിൽ തോന്നാം. ഫുജൂറഹാ, മോശമായ ചിന്തകൾ. നമ്മുടെ മനസ്സിൽ മോശമായ ചിന്തകൾ വരാം. അതന്നെയാണ് കൊട്ടാരത്തിലെ രാജ്ഞിയും പറഞ്ഞത്. ഞാൻ എന്റെ മനസ്സിനെ കുറ്റപ്പെടുത്തുന്നില്ല. മനസ്സിലൊക്കെ പലതും ഞാൻ തോന്നും. പഠനങ്ങൾ പറയുന്നു, ഒരു ദിവസം നമ്മുടെയൊക്കെ മനസ്സിലൂടെ 65,000 മുതൽ 85,000 വരെ ചിന്തകൾ ഇങ്ങനെ കടന്നു പോകുകയാണ്. ഇതൊരു സെക്കൻഡിൽ പറയുമ്പോൾ 4 ചിന്തകൾ ഒരു സെക്കൻഡിൽ പോകുന്നുള്ളതാണ്. അങ്ങനെ അത് നമ്മൾ അറിയ പോലില്ല, അത്രയും സ്പീഡാണ്. ഒരു ഹൈവേ റോഡിലൂടെ ഒരു സെക്കൻഡിൽ അല്ലെങ്കിൽ ഒരു മിനിറ്റിൽ എത്ര വാഹനങ്ങൾ പോകും എന്ന് ചോദിച്ചാൽ ഒരുപാട് പോകും അല്ലേ? അതിനേക്കാൾ സ്പീഡിലാണ്, അതിനേക്കാൾ വേഗതയിലാണ് നമ്മുടെ മനസ്സിലൂടെ കാര്യങ്ങൾ പോകുന്നത്. നമ്മൾ പോലും അറിയില്ല. അപ്പൊ നമ്മുടെ മനസ്സിനെ ശ്രദ്ധിക്കാൻ, നമ്മുടെ ചിന്തകളെ നിരീക്ഷിക്കാൻ നമ്മൾ പഠിക്കണം. എന്താണ് ഇപ്പോൾ എൻ്റെ മനസ്സിലൂടെ കടന്നു പോകുന്ന ചിന്തകൾ? ഈ 85,000 ചിന്തകളൊന്നും നമുക്ക് ആവശ്യമില്ല സുഹൃത്തുക്കളെ. നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ ഫോക്കസ് ചെയ്താൽ പോലെ. അതിൽ അമേരിക്കയും പാകിസ്ഥാനും അവിടെ ഇവിടെ അതൊക്കെ വരും. ഇത് നമ്മുടെ നിസ്കാരത്തിൽ വരികയാണേ. നമ്മുടെ സുജൂദിലും നമ്മുടെ റുകൂഇലൊക്കെ ഈ ചിന്തകൾ ഇങ്ങനെ ഒരു മിനിറ്റ് ഒരു സെക്കൻഡിൽ 4 ചിന്തകൾ വെച്ചിട്ട് നമ്മൾ കൈ കൊട്ടുമ്പോഴും റുക്കൂ ചെയ്യുമ്പോഴും സുജൂദിലൊക്കെ ഇത് വരികയാണേ. നമ്മൾ ഓതുമ്പോഴും നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോഴും നമ്മൾ ടോയ്ലറ്റിൽ പോകുമ്പോഴൊക്കെ വേണ്ടതും വേണ്ടാത്തതുമായ ചിന്തകൾ ഇങ്ങനെ വരികയാണ്. അതിന് വലിയൊരു സ്വാധീനമായിട്ട് നമ്മുടെ പോക്കറ്റിലുള്ള മൊബൈലുകൾ കാരണമാകുന്നു. അപ്പൊ നമ്മൾ ശ്രദ്ധിക്കുക, നമ്മൾ കാണുന്നത് കാണേണ്ടതേ കാണാവൂ, നമ്മൾ കേൾക്കുന്നത് കേൾക്കേണ്ടതേ കേൾക്കാവൂ, നമ്മൾ അനുഭവിക്കുന്നത് നല്ല അനുഭവങ്ങളായിരിക്കണം, നമ്മൾ വായിക്കുന്നത് നല്ല വായനകളായിരിക്കണം. ഒരു പത്രം എടുത്ത് നോക്കി അതിൻ്റെ ആദ്യത്തെ പേജിൽ ഒന്ന് വെറുതെ നോക്കിയപ്പോൾ ഒരു 10 തലക്കെട്ടുകൾ ഉണ്ടെങ്കിൽ ചിലപ്പോൾ 10 നെഗറ്റീവായിരിക്കും. ഒന്നതും പിന്നെ കളവും അതും അവരെ ചീത്ത പറഞ്ഞതും പുറത്താക്കിയതും ജയിലടച്ചതും. ഇങ്ങനെ ഒരു പത്രത്തിൽ അല്ലെങ്കിൽ ഒരു ന്യൂസിൽ നമ്മൾ കേൾക്കുന്നത് കംപ്ലീറ്റ് മുഴുവൻ നെഗറ്റീവായാലോ? പിന്നെ നമ്മുടെ സംസാരത്തിലും നമ്മുടെ ചിന്തകളിലൊക്കെ അതായി മാറും. അപ്പൊ അതുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കുക. നമ്മുടെ മനസ്സിൽ നല്ലതും തോന്നാം, ഫുജൂറായ
മോശമായ കാര്യങ്ങൾ നമ്മുടെ മനസ്സിൽ വരാം, നമ്മുടെ ചിന്തകളിൽ വരാം. സൂക്ഷ്മതയുള്ള പോസിറ്റീവായ നല്ല പവറുള്ള ഒരുപാട് ഗുണങ്ങളുള്ള ചിന്തകൾ വരാം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ മനസ്സിലൂടെ കടന്നു പോകുന്ന ചിന്തകൾ അത് പോസിറ്റീവായിരിക്കണം. അത് നമുക്കോ നമ്മുടെ ചുറ്റുമുള്ള ആളുകൾക്കോ അങ്ങനത്തെ ഗുണമുള്ളതായിരിക്കണം. അല്ലാത്ത ചിന്തകളെ കടത്തിവിടരുത്. മോശമായ ചിന്തകളെ കടത്തിവിടാതിരിക്കാൻ നാം നമ്മുടെ മനസ്സിനെ നിരന്തരം നിരീക്ഷിക്കണം, നിരന്തരമായി നിരീക്ഷിക്കണം. അപ്പൊ നമുക്ക് മനസ്സിലാവും നമ്മുടെ മനസ്സിലൂടെ കടന്നു പോകുന്ന ചിന്തകളുടെ പാറ്റേൺ എങ്ങനെ, നമ്മുടെ മനസ്സിലൂടെ ഇങ്ങനെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന ചിന്തകളുടെ പാറ്റേൺ നമുക്ക് കണ്ടെത്താൻ പറ്റും. അപ്പൊ ചില ആളുകൾ ആ പാറ്റേൺ കണ്ടെത്തുമ്പോൾ മനസ്സിലാവും എൻ്റെ ഭാവി എന്താവും. അതൊരാശങ്കയാണ്. എനിക്ക് ഇന്ന രോഗം വരുമോ, ഇയാളിങ്ങനെ എനിക്ക് അറ്റാക്ക് വരുമോ, അല്ലെങ്കിൽ എനിക്ക് ക്യാൻസർ വരുമോ, ഇങ്ങനെയാണ് ഒരാൾ ഒരുപാട് ചിന്തിക്കുന്നതെങ്കിൽ അത് സംഭവിക്കും. ഞാൻ എൻ്റെ പരീക്ഷയിൽ പരാജയപ്പെടുമോ എന്നാണ് ഒരു കുട്ടി ഇങ്ങനെ എപ്പോഴും ചിന്തിക്കുന്നെങ്കിൽ അത് സംഭവിക്കും. അപ്പൊ എന്താണോ നമ്മുടെ ചിന്തകളിലൂടെ വരുന്നത് അതാണ് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുക. അതല്ലാതെ അള്ളാഹു കഴിഞ്ഞ 2 ആഴ്ച മുമ്പ് പറഞ്ഞ കുത്തുബയിൽ പറഞ്ഞതുപോലെ കുറച്ചാൾക്കാർ വിജയികൾ, കുറച്ചാൾക്കാർ പരാജയപ്പെട്ടവർ, കുറച്ചാൾക്കാർ സമ്പന്നർ, കുറച്ചാളുകൾ ദരിദ്രർ, ഇന്ന ആളുകൾ സ്വർഗത്തിൽ, ഇന്ന ആളുകൾ നരകത്തിൽ, അങ്ങനെയൊന്നുമില്ല. അതൊക്കെ നമ്മളുടെ ചിന്തകളും നമ്മുടെ പ്രവൃത്തികളുമാണ്. അല്ലാതെ അള്ളാഹു എല്ലാം ആദ്യം എഴുതി വെച്ചിട്ട് അതിനനുസരിച്ച് കാര്യങ്ങൾ നടത്തുകയല്ല. മെയിനായിട്ടുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങൾ, നമ്മുടെ ലൈഫിൽ സംഭവിക്കേണ്ട മരണം, അതുപോലെ പ്രധാന സംഭവങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുണ്ടാവും. ബാക്കിയൊക്കെ നമ്മളുടെ പ്രവൃത്തികളാണ്. നമ്മൾ ശ്രദ്ധിക്കുക. ഖദ് അഫ്ലഹ മൻ സക്കാഹ. വളരെ പവർഫുള്ളായ അതിശക്തമായ ചില വചനങ്ങളാണ്. ഖദ് അഫ്ലഹ മൻ സക്കാഹ. നമ്മുടെ മനസ്സുകളെ എന്ന് പറഞ്ഞാൽ നമ്മുടെ ചിന്തകളെ പരിശുദ്ധപ്പെടുത്തിയവൻ വിജയിച്ചിരിക്കുന്നു. എന്തായി പറഞ്ഞത്? നമ്മുടെ ചിന്തകൾ നമ്മൾ വാച്ച് ചെയ്യണം. ഓരോ ദിവസം ഏത് തരത്തിലുള്ള ചിന്തകളാണ് നമ്മുടെ മനസ്സിലൂടെ കടന്നു പോകുന്നത് എന്ന് നാം ശ്രദ്ധിക്കണം, നിരീക്ഷിക്കണം. എന്നിട്ട് അതിനെ തസ്കിയത്ത് ചെയ്യണം, സംസ്കരിക്കണം എന്നാണ് പറഞ്ഞത്. നമ്മുടെ മനസ്സിനെ, നമ്മുടെ ചിന്തകളെ മോശമാക്കിയവൻ പരാജയപ്പെട്ടിരിക്കുന്നു. അപ്പൊ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ മനസ്സിനെ, നമ്മുടെ ചിന്തകളെ നമ്മൾ നിരീക്ഷിക്കേണ്ടത്. സുഹൃത്തുക്കളെ, സഹോദരങ്ങളെ, വളരെ ശ്രദ്ധാപൂർവം ഓരോ ദിവസവും കുറച്ച് സമയമെങ്കിലും ഈ ഒരു പ്രവർത്തനം നമ്മൾ ചെയ്തേ പറ്റൂ. ഇല്ലെങ്കിൽ എല്ലാം പരാജയപ്പെട്ടു പോകും. എല്ലാം പരാജയപ്പെട്ടു പോകും. കുടുംബത്തിൽ, ആരോഗ്യത്തിൽ, ജോലിയിൽ, ആരാധനാക്രമങ്ങളിൽ വരെ ശ്രദ്ധയില്ലാതെ എന്തൊക്കെയോ ചില ശാരീരിക എന്ന് പറഞ്ഞാൽ ഫിസിക്കൽ ആക്ടിവിറ്റി എന്ന് പറയാം. ശ്രദ്ധയില്ലാതെ നിസ്കരിക്കുകയാണെങ്കിൽ അതിന് ശാരീരിക ചലനങ്ങൾ എന്ന് പറയാം. ശ്രദ്ധയോടുകൂടി നിസ്കരിക്കുകയാണെങ്കിൽ അത് നമ്മുടെ ജീവിതത്തെ മാറ്റിമറിക്കും എന്ന് മനസ്സിലാക്കുക. അതുകൊണ്ട് ചിന്തകളെ നിരീക്ഷിച്ച് ജീവിതത്തെ പരമാവധി പുരോഗതിയുള്ള നന്മയാകുന്ന വ്യക്തികളായി മാറുവാൻ നമ്മൾ ശ്രമിക്കുക. അല്ലാഹു തആല അതിന് നമ്മെ ഇവരെയും സഹായിക്കുന്നതാണ്. അൽഹംദുലില്ലാഹ് الذي هدانا لهذا وما كنا
ഫാനിയം ബിതഖ്വല്ലാഹ്. സഹോദരന്മാരെ, സഹോദരിമാരെ, നമ്മൾ പറഞ്ഞു വന്നത് നമ്മുടെ മനസ്സിലെ ചിന്തകളെ കുറിച്ചാണ്. ഒരു സെക്കൻഡിൽ 4 തരം ചിന്തകൾ നമ്മുടെ മനസ്സിലൂടെ അതിവേഗം കടന്നു പോകുന്നു എന്നാണ് സൂചിപ്പിച്ചത്. ഇതിനെ കൃത്യമായിട്ട് ശ്രദ്ധയോടുകൂടി നമ്മൾ നിരീക്ഷിക്കുകയാണെങ്കിൽ നമുക്കതിനെ കണ്ടെത്താൻ പറ്റും. പഠനങ്ങൾ പറയുന്ന ചില കാര്യങ്ങൾ സൂചിപ്പിക്കാം. നമ്മുടെ മനസ്സിൻ്റെ ചിന്തകളെ ബീറ്റ, ആൽഫ, ഡെൽറ്റ, തീറ്റ, ഗാമ എന്നൊക്കെ പേരിൽ ഇങ്ങനെ നിർണയിച്ചിട്ടുണ്ട്. മിക്ക ആളുകളും, ഞാനും നിങ്ങളൊക്കെ പലപ്പോഴും നമ്മുടെ ജീവിതത്തിൻ്റെ കുറേ സമയം ബീറ്റ ലെവലിലാണ്. അതായത് 1 മുതൽ 35% വരെ ഇങ്ങനെ വൈബ്രേഷൻ ഉള്ള ഒരു മാനസികാവസ്ഥയിലാണ് അധിക ആളുകൾ. ഈ ബീറ്റ ലെവലിലുള്ള ഒരു വ്യക്തിക്ക് ജീവിതത്തിൽ കാര്യമായിട്ടൊന്നും നേടാൻ കഴിയില്ല. എപ്പോഴും ദേഷ്യവും ഡിപ്രഷനും ടെൻഷനും അസ്വസ്ഥതയും ബേജാറും ഈ ഒരു അവസ്ഥയായിരിക്കും. ഇത് നമ്മൾ കൃത്യമായിട്ട് നമ്മുടെ ചിന്തകളെ വാച്ച് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ECG എടുക്കുന്നത് പോലെ നമ്മൾ ശരിക്കും വേണ്ടത് ആൽഫ ലെവലിലാണ്. 1% മുതൽ ഒരു 15% വരെ. എന്നാൽ ആണെങ്കിൽ ഒരു മെഡിറ്റേഷനിലൊക്കെ ഇരിക്കുമ്പോൾ, അല്ലെങ്കിൽ നമസ്കാരത്തിലെ സുജൂദ്, റുകൂഅ്, അല്ലെങ്കിൽ ഖുർആൻ പാരായണം, പ്രാർത്ഥന, ഈ അവസ്ഥയിലൊക്കെ ഖുർആൻ പാരായണം. അപ്പോൾ ഒരാൾ ഒരു ഖുർആൻ കേൾക്കുകയാണ്, മക്കയിലെ ഇമാം ഇങ്ങനെ ഖുർആൻ ഓതുന്നത് ഇങ്ങനെ കേൾക്കുമ്പോൾ ഒരു സുഖം പോലെ അല്ലാത്തൊരു ആ ഒരു ഓത്തിലേക്ക്, അതിൻ്റെ ഒരു സൗണ്ടിലേക്ക് ഇങ്ങനെ ശ്രദ്ധിക്കുമ്പോൾ വല്ലാത്തൊരു സുഖം കിട്ടും. അപ്പം നമ്മുടെ ചിന്തകൾക്ക് ഒരു പക്ഷേ അങ്ങോട്ടും ഇങ്ങോട്ടും പോകണം എന്നില്ല. അതിനെ നമ്മൾക്ക് വേണമെങ്കിൽ ആൽഫ ലെവലിലാണ് ആ വ്യക്തിയുടെ മനസ്സ് ആ സമയത്ത് എന്ന് വേണമെങ്കിൽ നമ്മൾക്ക് മനസ്സിലാക്കാം. അല്ലെങ്കിൽ നമ്മൾ അല്ലാഹു അക്ബറൊക്കെ പറഞ്ഞിങ്ങനെ കൈകെട്ടി നമ്മൾ ഓതുന്നതും പറയുന്നതും ചൊല്ലുന്നതൊക്കെ ശരി അങ്ങനെ ശ്രദ്ധിച്ച് ഫീൽ ചെയ്ത് നമ്മുടെ ശ്രദ്ധ എങ്ങോട്ടും പോവാതെ, റുകൂഅ് പോകുമ്പോൾ ഞാൻ റുകൂഅിലാണ്, സുജൂദ് പോകുമ്പോൾ ഇങ്ങനെ കഴവയൊക്കെ ഇങ്ങനെ കാണുന്ന മനസ്സിൽ, സുജൂദിലിരിക്കുമ്പോൾ അതുപോലെ നമ്മുടെ 2 കൈയും ഇങ്ങനെ മുസല്ലയിൽ നിലത്തിങ്ങനെ വെക്കുന്ന ആ കൈ വെക്കുന്ന ഫീലിംഗ് ഒക്കെ ഉണ്ടല്ലോ, അതൊക്കെ ശരിക്കും നമുക്ക് തോന്നുകയാണ് നെറ്റി. ഇപ്പം എൻ്റെ നെറ്റി നിലത്താണ്, എൻ്റെ മൂക്ക് ഇങ്ങനെ നിലത്ത് ടച്ച് ചെയ്തിരിക്കുകയാണ്, എൻ്റെ 2 കാലുമുട്ടും ഇപ്പോൾ നിലത്ത് ടച്ച് ചെയ്ത ആ ഒരു ഫീലിങ്സ് എനിക്ക് അനുഭവിക്കാൻ പറ്റുന്നു. എൻ്റെ കാലിൻ്റെ വിരലുകളുടെ തുമ്പ് നിലത്താണ്, കഅബയിലേക്ക് ഇങ്ങനെ കാണുന്നു. അല്ലാത്തൊരു സുഖത്തിലാണ് നമ്മുടെ സുജൂദ് എങ്കിൽ ആ സമയത്ത് നമ്മൾ ആൽഫ ലെവലിൽ ആണ്. ഞാൻ ഈ പറഞ്ഞതുപോലെ നിങ്ങൾക്ക് സുജൂദ് ചെയ്യാൻ പറ്റുന്നുണ്ടോ? നമസ്കാരത്തിലെ സുജൂദിൽ നമ്മുടെ 7ഓളം അവയവങ്ങൾ നിലത്ത് ടച്ച് ചെയ്യുന്നുണ്ട്. നെറ്റി, മുക്ക്, 2 കൈകൾ. ചില ആളുകൾ സുജൂദ് ഇങ്ങനെയാണ്, ഇത് തെറ്റാണ്. ഈ ഭാഗം ഫുള്ളായിട്ട് നിങ്ങൾക്ക് ടച്ച് ചെയ്യും, തെറ്റാണ്. നായ നിലത്ത് കിടക്കുന്നത് പോലെ നിങ്ങൾ സുജൂദ് ചെയ്യരുതേ എന്ന് പറഞ്ഞു. അത് അറിയാത്തത് കൊണ്ടാണ്, കൈകൾ മാത്രമാണ്. അപ്പം നമ്മൾ സുജൂദ് ചെയ്യുമ്പോൾ എൻ്റെ കൈകൾ ഇപ്പം നിലത്ത് ഇങ്ങനെ ടച്ച് ചെയ്തിരിക്കുകയാണ്, എൻ്റെ 2 കാലുമുട്ടുകളും നിലത്ത് ടച്ച് ചെയ്തിരിക്കുകയാണ്, എൻ്റെ വിരലിൻ്റെ അഗ്രഭാഗം ഇങ്ങനെ നിലത്ത് ടച്ച് ചെയ്തിരിക്കുകയാണ്. എനിക്കിപ്പോൾ ഇങ്ങനെ ഓർത്താൽ കഅബാലയം അവിടെ ഇങ്ങനെ തവാഫ് ചെയ്യുന്ന രംഗമൊക്കെ എൻ്റെ മനസ്സിലേക്ക് ഇങ്ങനെ വരുന്നു. അള്ളാഹുവിൻ്റെ പവറും ശക്തിയൊക്കെ എൻ്റെ മനസ്സിൽ സുജൂദിൽ റുകൂഇലൊക്കെ വരികയാണെങ്കിൽ ആ സമയത്ത് നമ്മൾ നമ്മുടെ ഒരു മൈൻഡിൻ്റെ വൈബ്രേഷൻ 1% മുതൽ 15% 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
ഇനി നിങ്ങൾ പറയൂ, നമ്മൾ ബീറ്റ ലെവലിലാണോ ജീവിക്കുന്നത്, ആൽഫ ലെവലിലാണോ ജീവിക്കുന്നത്? നമ്മുടെ ജീവിതത്തിലേക്ക് എന്തെങ്കിലുമൊക്കെ നല്ല കാര്യങ്ങൾ കൊണ്ടുവരണമെങ്കിൽ, ഒരു കുട്ടി നന്നായി പഠിക്കുന്നു, അവൻ്റെ പരീക്ഷയിൽ ഉന്നതമായ മാർക്ക് കിട്ടണമെങ്കിൽ അവന് ആൽഫ ലെവലാവണം. ഒരു വ്യക്തി കുടുംബജീവിതം നയിക്കുകയാണ്, 2-3 കുട്ടികളുടെ പിതാവാണ്, ഒരു സ്ത്രീയുടെ ഭർത്താവാണ്. അദ്ദേഹത്തിന് ഫാമിലി ലൈഫിൽ, കുടുംബജീവിതത്തിൽ ഒരു സ്വസ്ഥത കിട്ടണമെങ്കിൽ സത്യത്തിൽ ആൽഫ ലെവലാണോ? ബീറ്റ ലെവലാണോ? ഭയങ്കര ദേഷ്യമായിരിക്കും, ഭയങ്കര വെപ്രാളായിരിക്കും, ടെൻഷൻ, അസ്വസ്ഥത, ബേജാറ്. ഇതാണ് 1 മുതൽ 35% വരെ നിരന്തരമായി ഇങ്ങനെ ബോഡി വൈബ്രേഷൻ. അതിൽ നിന്ന് നമ്മൾ തിരിച്ചു വരാൻ സുഹൃത്തുക്കളെ, പ്രാർത്ഥനകൾ അധികരിപ്പിക്കൂ. നമസ്കാരത്തിലെ സുജൂദിന്റെയും റുകൂവിന്റെ ഒക്കെ സമയം കുറച്ച് കൂട്ടൂ. രാവിലെ കുറച്ച് നേരത്തെ എഴുന്നേൽക്കൂ. പ്രാർത്ഥനയിലേക്ക് പോകൂ. ചിന്തകൾ നിരീക്ഷിക്കൂ. ഖുർആൻ പാരായണം നടത്തൂ. ഖുർആൻ പാരായണം ശ്രദ്ധിക്കൂ. നല്ല വ്യക്തികളുമായി ഒരുപാട് സമയം ചെലവഴിക്കൂ. നല്ല വാർത്തകളും നല്ല ചിന്തകളും കേൾക്കൂ. നമുക്ക് ഇഷ്ടപ്പെട്ട പ്രവർത്തികൾ, നന്മയാർന്ന നമുക്ക് ഇഷ്ടപ്പെട്ട പ്രവർത്തികൾ ധാരാളമായി ചെയ്യൂ. അപ്പോഴൊക്കെ ആൽഫ ലെവലിൽ നമുക്ക് നമ്മുടെ മനസ്സിനെ നിലനിർത്താൻ സാധിക്കും. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ ആൽഫ ലെവലിന്റെ താഴെയായിരുന്നു. ഡെൽറ്റയും തീറ്റയും ഒക്കെ ആ ഒരു ലെവലിലൊക്കെയായിരുന്നു. ഡെൽറ്റ എന്ന് പറഞ്ഞാൽ 1% മുതൽ 7% വരെ. അതൊക്കെ ഓപ്പറേഷന് വേണ്ടി നമ്മളെ ഹോസ്പിറ്റലിൽ കിടത്തി നമ്മളെ മയക്കുമ്പോൾ ആ ഒരു അവസ്ഥയ്ക്കൊക്കെ ആണെങ്കിൽ വേണമെങ്കിൽ ഡെൽറ്റ എന്നൊക്കെ പറയാം. തീറ്റ എന്ന് പറഞ്ഞാൽ അതിൻ്റെയും കുറേ താഴെത്തട്ടിലാണ്, 1% മുതൽ 3% വരെ. ഗാമ എന്ന് പറഞ്ഞാൽ 0 ലെവൽ എന്നൊക്കെ പറയാം. ഇങ്ങനെ ഒരുപാട് അവസ്ഥകൾ മനുഷ്യരായ നമ്മുടെയൊക്കെ മനസ്സിന് ഉണ്ട് എന്നെങ്കിലും ഏറ്റവും ചുരുങ്ങിയ രൂപത്തിൽ നമ്മൾ തിരിച്ചറിയുക. നമ്മുടെ മനസ്സിനെ എപ്പോഴും ശാന്തമാക്കി സ്വസ്ഥമാക്കി പിടിക്കുക. എങ്കിൽ മാത്രമേ സുഹൃത്തുക്കളെ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ കഴിയൂ. ഇല്ലെങ്കിൽ അങ്ങനെ ഒരു ജീവിതം ദുരിതമായിരിക്കും, നരകമായിരിക്കും. നമ്മൾ കേട്ടിട്ടുള്ള നരകം പരലോകത്താണ്. സത്യത്തിൽ നമ്മൾ ഇവിടെ തന്നെ പലപ്പോഴും നരകിക്കുകയാണ്. മുസക്കോയ എന്ന ഒരു വ്യക്തി കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് സംസാരിക്കുമ്പോൾ ഭയങ്കര അസ്വസ്ഥതയാണ്. ഒരുപാട് ആളുകളെ, ഡോക്ടേഴ്സിനെ ഒക്കെ അങ്ങനെ കണ്ട് നിവൃത്തിയില്ലാതെ അപ്രതീക്ഷിതമായിട്ട് പരിചയപ്പെട്ടപ്പോൾ എന്താണ് എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചതെന്ന് അദ്ദേഹത്തിന് പോലും ഓർമ്മയില്ല. പേടി, ഭയങ്കര മാനസികമായിട്ടും ശാരീരികമായിട്ടും അദ്ദേഹത്തിന് വല്ലാത്ത വേദന. അദ്ദേഹത്തെ ട്രീറ്റ് ചെയ്ത ആരും എന്താണ് ഇതിൻ്റെ പ്രോബ്ലം എന്ന് അദ്ദേഹത്തോട് ആത്മാർത്ഥമായി ചോദിച്ചിട്ടില്ല. കുറച്ച് സമയം അദ്ദേഹത്തെ ഒന്ന് ശ്രദ്ധിച്ച് കേൾക്കാൻ പറ്റിയപ്പോഴാണ് അദ്ദേഹം മൈൻഡ് തുറന്നത്, മൈൻഡ് ഓപ്പൺ ആക്കി. അദ്ദേഹം പറയുകയാണ്, 20 വർഷം മുമ്പ് അദ്ദേഹത്തെ ഒരു 10-25ഓളം പേര് ആക്രമിക്കുകയാണ്. ആ ആക്രമണത്തിൽ അദ്ദേഹത്തിന് മാനസികമായിട്ടും ശാരീരികമായിട്ടും ഒരുപാട് പീഡനങ്ങൾ, അടിയും കുത്തും ചവിട്ടും ഒക്കെ കിട്ടിയിട്ടുണ്ട്. അത്ഭുതകരമായി അദ്ദേഹം അതിൽ നിന്ന് രക്ഷപ്പെട്ടു. പിന്നീട് വളരെ വൈകാതെ തന്നെ അദ്ദേഹം ഒരു അവശനാവുകയാണ്, മാനസിക രോഗിയാവുകയാണ്, ശാരീരിക വേദനകൾ അനുഭവിക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ അദ്ദേഹം 10-20 വർഷമായിട്ട് മരുന്ന് കഴിക്കുക. അപ്പൊ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ സംഭവിച്ച കാര്യങ്ങൾ അദ്ദേഹം ഓർക്കുന്നില്ല. ആ ഒരു അവസ്ഥയിലേക്ക് കൊണ്ടുപോയിട്ട് ആ അവസ്ഥയെ കൃത്യമായിട്ടൊന്ന് അനലൈസ് ചെയ്തപ്പോൾ തന്നെ അദ്ദേഹത്തിന് ആശ്വാസമായി. അൽഹംദുലില്ലാഹ് എന്നൊരു വാക്ക് അദ്ദേഹത്തിന്
അദ്ദേഹത്തിൻ്റെ നാവുകളിലൂടെ ഉച്ചരിക്കുക. അദ്ദേഹത്തിന് സമാധാനം കിട്ടുകയാണ്. ഇങ്ങനെ സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, നമ്മുടെ മാനസിക അവസ്ഥ ഏത് നിലയിലാണെന്ന് കണ്ടെത്തൂ. ജീവിതത്തിൽ പരാജയപ്പെട്ടുകൊണ്ടിരിക്കുന്ന വ്യക്തികളാണ് നമ്മളെങ്കിൽ ഉറപ്പായിട്ടും അതിൽ നിന്ന് തിരികെ വരുവാനും ഉയരത്തിലേക്ക് നമ്മുടെ കഴിവുകളൊക്കെ പരമാവധി ഉപയോഗപ്പെടുത്തി ഉയർച്ചയിലെത്തി നല്ല ഒരു വ്യക്തിയായി, സമാധാനമുള്ള ഒരു മനുഷ്യനായി ജീവിച്ചു മരിക്കാൻ നമുക്ക് ഉറപ്പായിട്ടും കഴിയും. അത് നമ്മൾ തന്നെ ശ്രമിക്കണം. അള്ളാഹു കൊണ്ടുവന്നു തരില്ല. ശ്രദ്ധിക്കുക. അള്ളാഹു നമ്മെവരെയും സഹായിക്കുന്നതാവട്ടെ. ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തും ശാന്തിയും സമാധാനവും സ്വസ്ഥതയും അള്ളാഹു നിലനിർത്തുമാറാവട്ടെ. നമ്മുടെ ഇണകളിൽ, മക്കളിൽ അള്ളാഹു സംതൃപ്തിയും പുരോഗതിയും നൽകുമാറാവട്ടെ. മരണപ്പെട്ടു പോയിട്ടുള്ള ആളുകൾക്ക് അള്ളാഹു പുറത്തു കൊടുക്കുമാറാവട്ടെ. നമ്മൾ ചെയ്യുന്ന ജോലിയും പുരോഗതിയും അഭിവൃദ്ധിയും അള്ളാഹു നിലനിർത്തുമാറാവട്ടെ. ആരോഗ്യമുള്ള മനസ്സും ആരോഗ്യമുള്ള ശരീരവും അള്ളാഹു നമുക്ക് പ്രദാനം ചെയ്യുമാറാവട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم. توفنا مسلمين وألحقنا بالصالحين والحمد لله.